പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ. പാകിസ്ഥാൻ വെടിവെച്ചിട്ട ആളില്ലാ വിമാനം ഇന്ത്യയുടേതല്ലെന്നും വിദേശകാര്യ സെക്രട്ടറി. Intention or the inclination is to strengthen peace and tranquility on the border and do the meetings that we have agreed to do. We remain committed to that. If on the other hand there is unprovoked firing and there is infiltration and cross-border terrorism, then obviously the situation is different. So that choice is not ours. വിശദാംശങ്ങളുമായി മനു ശങ്കർ ദില്ലിയിൽ നിന്നും ചേരുന്നു. മനു, ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അതിർത്തിയിൽ തുടർച്ചയായ ലംഘനം, വെടിനിർത്തൽ കരാർ ലംഘനം തുടരുന്നത്. ഈ സാഹചര്യത്തിൽ വ്യക്തമായൊരു മുന്നറിയിപ്പാണോ വിദേശകാര്യ സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്? മറുപടി നൽകും എന്ന് തന്നെയാണോ ഇന്ത്യ പറയുന്നത്? തീർച്ചയായിട്ടും പ്രജീഷ്, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഉന്നതതല മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജും പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കറും അടക്കമുള്ള ഉയർന്ന മന്ത്രിമാർ ചേർന്നാണ് യോഗം നടത്തിയത്. ഉന്നതതല യോഗത്തിന് ശേഷം ദില്ലിയിൽ വിദേശകാര്യ സെക്രട്ടറി എസ് ജയശങ്കർ വാർത്താസമ്മേളനം നടത്തുകയുണ്ടായി. ഇതിൽ പാകിസ്ഥാന് ഒരു താക്കീത് നൽകുകയാണ് ഇന്ത്യ ചെയ്യുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വാർത്താസമ്മേളനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാകിസ്ഥാൻ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നു. ഇത്തരത്തിൽ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പാണ് എസ് ജയശങ്കർ വാർത്താസമ്മേളനത്തിൽ അറിയിക്കുന്നത്. ഇന്ത്യയുടെ മുന്നറിയിപ്പ് പല പ്രാവശ്യങ്ങളിലും പാകിസ്ഥാൻ അവഗണിച്ചു. ഇത്തരത്തിൽ വെടിനിർത്തൽ കരാർ ലംഘനം തുടർന്നപ്പോൾ 4 തവണ ഇന്ത്യൻ BSF പാക് റേഞ്ചുമായി ബന്ധപ്പെട്ടു. എന്നാൽ ഈ അറിയിപ്പിന് യാതൊരു മറുപടിയും നൽകാൻ പാക് റേഞ്ച് തയ്യാറായില്ല എന്നും എസ് ജയശങ്കർ പ്രതികരിക്കുന്നു. ഇന്ന് അർദ്ധരാത്രി മുതൽ വെടിനിർത്തൽ കരാർ ലംഘനം തുടർന്നിരുന്നു. വെടിനിർത്തൽ കരാർ ലംഘനം തുടർന്നതിന്റെ പശ്ചാത്തലത്തിൽ ഒരു BSF ജവാനും ഒരു യുവതിക്കും പരിക്കേറ്റിരുന്നു. മാത്രമല്ല ഇന്നലെയും ഇത്തരത്തിൽ പാക് പ്രകോപനം തുടർന്നതിന്റെ പശ്ചാത്തലത്തിൽ 6 പേർക്ക് പരിക്കേൽക്കുകയും ഒരു BSF ജവാന് കൊലപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗമാണ് ദില്ലിയിൽ രാജ്നാഥ് സിംഗിന്റെ ഓഫീസിൽ ചേർന്നത്. മാത്രമല്ല അതിർത്തിയിൽ നിയന്ത്രണ രേഖയിൽ ഇന്ത്യൻ ഡ്രോൺ കണ്ടിരുന്നു എന്നും ഇത് പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തിയിരുന്നുവെന്നും പാക് പട്ടാളം ഇപ്പോഴും കാരണം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത സംബന്ധിച്ച്, കാരണം ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ ഏകോപിപ്പിച്ച് പോകുമ്പോൾ സൈന്യത്തിന്റെ നിലപാട് ഒരുപക്ഷെ എടുത്തു പറയേണ്ടതാണ്. പലകുറി നയതന്ത്ര ചർച്ചകൾ അതിന്റെ തലങ്ങളിലേക്ക് പോകുമ്പോൾ സൈനിക ഇടപെടൽ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് വിഘാതങ്ങൾ പല ചർച്ചയ്ക്കും ഇട നൽകിയതും. ജനറൽ ഖയാനിയുടെ കാലഘട്ടമൊക്കെ ഓർമ്മപ്പെടുത്തേണ്ട സാഹചര്യങ്ങളൊക്കെയുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു ഇടപെടലും ആ അർത്ഥത്തിലാണോ വായിച്ചെടുക്കേണ്ടത്? വരാൻ പോകുന്ന സെക്രട്ടറി തല ചർച്ചകളെയൊക്കെ തന്നെ ഏതർത്ഥത്തിൽ ഒരുപക്ഷെ ഇന്നത്തെ നിലപാട് ഇന്ത്യ മറുപടി കൂടി നൽകിയ സാഹചര്യത്തിൽ ബാധിക്കും? അതിർത്തിയിലെ സമാധാനം പുനർനിർണയിക്കുന്നതിനായി ചർച്ചകളുമായി മുന്നോട്ട് പോകുമെന്നാണ് വിദേശകാര്യ സെക്രട്ടറി എസ് ജയശങ്കർ അറിയിക്കുന്നത്. മാത്രമല്ല നവാസ് ഷെരീഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൂടുതൽ സഹകരണത്തോടെ അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിന് ശേഷമാണ് കൂടുതൽ പ്രകോപനപരമായ നീക്കങ്ങൾ പാക് പട്ടാളത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഒരുപക്ഷെ നുഴഞ്ഞുകയറ്റത്തിനുള്ള ശ്രമങ്ങളാണ് ഇതെന്നും വിലയിരുത്തിയിരുന്നു. മാത്രമല്ല നിയന്ത്രണ രേഖയ്ക്ക് മുകളിൽ കണ്ടിരുന്ന ഡ്രോൺ ഇന്ത്യയുടേതല്ല എന്നും വിദേശകാര്യ സെക്രട്ടറി ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നു. ഇത് ചൈനീസ് നിർമ്മിതമായ ഡ്രോണാണ്. ഇത് ഫാൻറ്റം എന്ന മോഡലാണ്. ഒരുപക്ഷെ ചൈനീസ് നിർമ്മിതമായ ഡ്രോണാണ്. ഇത് ഉപയോഗിക്കുന്നത് പാക് പട്ടാളമാണ് എന്നാണ് വിദേശകാര്യ സെക്രട്ടറി പറയുന്നത്. മനുശങ്കറാണ് വിശദാംശങ്ങൾ ദില്ലിയിൽ നിന്നും നൽകിയത്. വഴിമുട്ടുന്ന ചർച്ചകളും ഒക്കെ തന്നെ അതിന്റെ സൂചനകളാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്, സൈന്യത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇന്ത്യ ശക്തമായ നിലയിൽ വിദേശകാര്യ വകുപ്പും മറുപടി നൽകിക്കൊണ്ട് രംഗത്ത് വരുന്നു. മറ്റു വാർത്തയിലേക്ക്. കോന്നിയിലെ പെൺകുട്ടികളുടെ മരണത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിങ്കളാഴ്ച കൈമാറിയേക്കും. ഒറ്റപ്പാലത്ത് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ രാജി, ആതിര എന്നിവരുടെ പോസ്റ്റ്മോർട്ടം വിവരങ്ങളാണ് ഫോറൻസിക് സർജൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയത്. 2 കുട്ടികളുടെയും മരണകാരണം വീഴ്ചയിലുണ്ടായ ക്ഷതമാണെന്നും ഇവർ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടില്ലെന്നും സർജൻ മൊഴി നൽകി. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിങ്കളാഴ്ച പോലീസിന് ലഭ്യമായേക്കും. മേൽനിർദ്ദേശപ്രകാരം ഇന്ന് ഇവിടേക്ക് വന്നിട്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് സാറിനെ കണ്ട് സംസാരിച്ചു, സാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഞാൻ എൻ്റെ സുപ്പീരിയർ ഓഫീസേഴ്സിന് കൊടുക്കുന്നതായിരിക്കും.
ഇതിൽ കൂടുതൽ പറയാം. പെട്ടെന്ന് തന്നെ കിട്ടും. ഇത് ലാബോറട്ടറിക്ക് അയച്ചിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് കൂടി കിട്ടാനുണ്ട്. അതുകൂടി നോക്കിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. അന്വേഷണ സംഘം രേഖാമൂലം കത്ത് നൽകിയിട്ടും ഫോറൻസിക് സർജൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൈമാറാതിരുന്നത് വിവാദമായിരുന്നു. തുടർന്നാണ് അന്വേഷണ സംഘം സർജന്റെ മൊഴി രേഖപ്പെടുത്തിയത്. നിർണായക വിവരങ്ങളാണ് മൊഴിയെടുപ്പിലൂടെ ലഭിച്ചത്. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്ന ആര്യയുടെ നില മെച്ചപ്പെട്ടു വരികയാണ്. വരും ദിവസങ്ങളിൽ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താനാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ആര്യയുടെ ചികിത്സാ ചെലവുകൾ സർക്കാർ വഹിക്കുമെന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് അറിയിച്ചു. വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും അത് പരിശോധിക്കും. ഞാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുമായിട്ട് ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ പറയുന്നതാണ്. പറയുക മാത്രമല്ല, അദ്ദേഹത്തോട് ഇങ്ങനെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പൊതുവെ പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു അഭിപ്രായം ഉണ്ട് എന്നുള്ള കാര്യം കൂടി അദ്ദേഹത്തെ അറിയിക്കും. അതിന് ആവശ്യമായ നടപടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും. ADGPയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് യാത്ര തിരിക്കും. ബംഗളൂരു റെയിൽവേ സ്റ്റേഷൻ, ലാൽബാഗ്, ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ സംഘം പരിശോധിക്കും. പെൺകുട്ടികൾക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന വിവരം CCTV പരിശോധനയോടെ വ്യക്തമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. പത്തനംതിട്ട ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാഠപുസ്തക വിവാദത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടന GSTU രംഗത്ത്. വിദ്യാഭ്യാസ വകുപ്പിന് ദീർഘവീക്ഷണമില്ലെന്ന് GSTU വിമർശിക്കുന്നു. വകുപ്പിന്റെ പിഴവ് സർക്കാരിന്റെ വീഴ്ചയ്ക്ക് കാരണമാകുമെന്നും GSTU വ്യക്തമാക്കുന്നു. പാഠപുസ്തക അച്ചടിയിലെ കോളിളക്കം അടങ്ങും മുൻപാണ് വിദ്യാഭ്യാസ വകുപ്പിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടന GSTU മുഖപത്രം അധ്യാപക ശബ്ദമെത്തിയത്. പാഠപുസ്തകങ്ങൾ തലേവർഷം തന്നെ തയ്യാറാക്കലാണ് ദീർഘവീക്ഷണമുള്ള ഭരണകൂടം ചെയ്യേണ്ടത്. പാഠപുസ്തകങ്ങൾ കൃത്യസമയത്ത് നൽകാനായില്ലെങ്കിൽ പഠനവും സ്കൂൾ പ്രവർത്തനവും താളം തെറ്റും. ഇതിന്റെ ഉത്തരവാദിത്വം വകുപ്പിന് തന്നെയായിരിക്കുമെന്നും മുഖപത്രത്തിന്റെ എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തുന്നു. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് ശരിയല്ല. സ്കൂൾ തുറന്നാലും പരീക്ഷ അടുത്താലും പാഠപുസ്തകമില്ലാത്ത അവസ്ഥയാണ് സംസ്ഥാനത്ത്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന കേരളത്തിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്നും GSTU ചോദിക്കുന്നു. പാഠപുസ്തകത്തിന്റെ അച്ചടിയിലും വിതരണത്തിലുമുള്ള പിഴവുകൾ അന്വേഷിക്കണം. പിഴവുകൾ കണ്ടെത്തി അവ തിരുത്താൻ സർക്കാർ തയ്യാറാകണം. ജൂണിൽ വിദ്യാലയങ്ങൾ തുറക്കുമെന്നും അപ്പോൾ പാഠപുസ്തകങ്ങൾ വേണമെന്നും അറിയാത്തവരാണോ ഭരണാധികാരികളും ഉദ്യോഗസ്ഥരുമെന്നും GSTU കളിയാക്കുന്നു. വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന പരാജയം സർക്കാരുകളുടെ പതനത്തിന് വഴിവെച്ചിട്ടുണ്ടെന്ന വസ്തുത മറക്കാതിരിക്കലാണ് വകുപ്പും ഭരണ നേതൃത്വവും തിരിച്ചറിയേണ്ടതെന്നും എഡിറ്റർ ഓർമ്മിപ്പിക്കുന്നു. എസ് ഷീജ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് പാഠപുസ്തക അച്ചടി വൈകിപ്പിച്ചത് അഴിമതി നടത്താനെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. SFI കുട്ടികൾക്കായി അച്ചടിച്ച് വിതരണം ചെയ്ത പാഠപുസ്തകങ്ങൾ കീറിയെറിഞ്ഞത് സംസ്കാരശൂന്യമായ നടപടിയെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SFI അച്ചടിച്ച പാഠപുസ്തകങ്ങളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു കോടിയേരി. SFI തിരുവനന്തപുരം ഗവൺമെന്റ് ആർട്സ് കോളേജ് യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വിദ്യാർത്ഥികൾക്കായി പാഠപുസ്തകങ്ങളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തത്. പഠനോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പാഠപുസ്തകങ്ങൾ കീറിയെറിഞ്ഞത് സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ആ പാഠപുസ്തകങ്ങൾ മുഴുവൻ കീറിക്കളഞ്ഞ സംസ്കാരശൂന്യമായ വിദ്യാഭ്യാസ വിരുദ്ധമായ സാംസ്കാരിക കേരളത്തിന് അപമാനം വരുത്തി വെക്കുന്ന സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സ്വന്തം വിദ്യാർത്ഥി സംഘടനക്കാരുടെ ഭാഗത്തുണ്ടായ സമീപനം ഈ ഗവൺമെന്റിന്റെ മുഖമുദ്രയാണ്. നോട്ട് ബുക്ക് കത്തിക്കലല്ല, കീറിക്കളയിലല്ല വിദ്യാർത്ഥി സംഘടനയുടെ ഉത്തരവാദിത്വം. പഠിക്കാനുള്ള പുസ്തകം കാത്തു സൂക്ഷിക്കേണ്ടെന്ന പുസ്തകം അത് വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ പഠനോപകരണമാണ് എന്ന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനാണ് SFI ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. മോഡൽ LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പാഠപുസ്തകങ്ങളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തത്. ഓണപരീക്ഷ വരെയുള്ള പാഠപുസ്തകങ്ങളാണ് വിതരണം ചെയ്തത്. SFI DYFI സംസ്ഥാന ജില്ലാ നേതാക്കൾ ഗവൺമെന്റ് ആർട്സ് കോളേജിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KBPSൽ പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയായി. പുസ്തകങ്ങൾ നാളെ മുതൽ വിതരണം ചെയ്യും. 2.11 കോടി പുസ്തകങ്ങളാണ് KBPSൽ അച്ചടിച്ചത്. ഈ മാസം 20-നകം അച്ചടി പൂർത്തിയാക്കാൻ KBPSന് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു. അച്ചടിയിൽ സ്വകാര്യ പ്രസും പങ്കെടുത്തിരുന്നു. കാസർഗോഡ് സഫിയ വധക്കേസിൽ 1-ാം പ്രതി ഹംസയ്ക്ക് വധശിക്ഷ വിധിച്ചു. 3ഉം 4ഉം പ്രതികളായ മൈമുന, അബ്ദുള്ള എന്നിവർക്ക് 3 വർഷം തടവും പിഴയും ശിക്ഷ വിധിച്ചു. കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്.
പ്രമാദമായ സഫിയ വധക്കേസിൽ 5 പ്രതികളിൽ 3 പേർ കുറ്റക്കാരായും 2 പേരെ വിട്ടയച്ചും കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നേരത്തെ വിധി പ്രസ്താവിച്ചിരുന്നു. ഇന്നലെ ശിക്ഷയിന്മേൽ വാദം കേട്ട ശേഷം ഇന്നാണ് ശിക്ഷ വിധിച്ചത്. 1-ാം പ്രതി കാസർഗോഡ് മുളിയാർ മാസ്തിക്കുണ്ട് സ്വദേശിയും ഗോവയിൽ കരാറുകാരനുമായ 52 വയസ്സുകാരനായ KC ഹംസയ്ക്ക് കോടതി വധശിക്ഷയും 10 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പിഴയിൽ 8 ലക്ഷം രൂപ സഫിയയുടെ കുടുംബത്തിന് നൽകണം. ഹംസയ്ക്കെതിരെ കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, തടഞ്ഞുവെക്കൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമായിരുന്നു കേസ്. ഹംസ ഒരുവിധത്തിലുള്ള ദയയും അറിയിക്കുന്നില്ലെന്നും നിരാലംബിയും നിർധനിയുമായ 14 വയസ്സുള്ള പെൺകുട്ടിയെ അരിങ്കൊല ചെയ്തതിന് വധശിക്ഷ തന്നെ അറിയിക്കുന്നുവെന്ന് കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി MJ ശക്തിധരൻ വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടി. ക്രിമിനൽ സ്വഭാവമുള്ള പ്രതി ജീവിച്ചിരിക്കുന്നത് സമൂഹത്തിന് ഭീഷണിയാണെന്നും ജഡ്ജി അഭിപ്രായപ്പെട്ടു. കുറ്റകൃത്യം മറച്ചുവെക്കാൻ സഹായിച്ചതിനാണ് ഭാര്യ മൈമൂനയ്ക്കും ഭാര്യ സഹോദരൻ അബ്ദുള്ളയ്ക്കും 3 വർഷം വീതം തടവും 5000 രൂപ വീതം പിഴയും വിധിച്ചത്. ഹംസ ഒഴികെയുള്ളവർക്ക് കോടതി ജാമ്യം അനുവദിച്ചു. ദുർബലമായ തെളിവുകളുടെ സാഹചര്യത്തിലും കുറ്റകൃത്യം തെളിയിക്കാൻ സാധിച്ചുവെന്നത് ശ്രദ്ധേയമാണെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ C. ഷുക്കൂർ പറഞ്ഞു. ചരിത്രപരമായ ഒരു വിധിയാണ്. ദുർബലപ്പെട്ട തെളിവുകൾ ശാസ്ത്രീയമായി കണ്ടെത്തി ഏറ്റവും ഭംഗിയായി ക്രൈംബ്രാഞ്ചിന് കോടതി സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കേസിന്റെ വിജയത്തിന്റെ അടിസ്ഥാനം. പ്രത്യേകം ക്രൈംബ്രാഞ്ച് ടീം അംഗങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ് കേട്ടത്. ഈ കേസിന്റെ ഓരോ ഘട്ടങ്ങളിലും അതിസൂക്ഷ്മതയോടുകൂടി കേസ് ഭംഗിയായി നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇത്തരമൊരു വിജയത്തിന് അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു റിസൾട്ട് കിട്ടാൻ കാരണം. ഏറ്റവും നിർണായകമായ സാക്ഷികൾ ഡോക്ടർ ഷേർലി വാസു, ഡോക്ടർ ശ്രീകുമാർ, ഡോക്ടർ ലക്ഷ്മി ബാലസുബ്രഹ്മണ്യം, അവരുടെ സേവനം വളരെ വലുതായിരുന്നു. വിധിയിൽ സന്തോഷമുണ്ടെന്ന് സഫിയുടെ മാതാവ് ആയിഷ പറഞ്ഞു. വിധി സന്തോഷമായി ഞങ്ങൾക്ക്. എന്താ ഞങ്ങൾക്ക് എന്റെ കുഞ്ഞ് കിട്ടൂല, പോയത് തന്നെ. എന്നാലും എനിക്ക് വിധി വിധിച്ചത് ഞങ്ങൾക്ക് എത്രയോ കുറിച്ച് എല്ലാവർക്കും എനിക്ക് കൂട്ടിനുണ്ട്. എല്ലാവർക്കും നന്ദി. സഫിയുടെ 4 വയസ്സുകാരിയായ ഇളയ സഹോദരി ഫർസാന, പിതാവ് മൊയ്തു എന്നിവരും വിധി കേൾക്കാൻ കോടതിയിലെത്തിയിരുന്നു. ക്രൈംബ്രാഞ്ച് SP ഫിലിപ്പ്, DYSP KV സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രമാദമായ സഫിയ വധക്കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പത്നി ഫാബി ബഷീറിന്റെ മൃതദേഹം ഖബറടക്കി. ബഷീർ അന്ത്യവിശ്രമം കൊള്ളുന്ന ബേപ്പൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഫാബി ബഷീറിന്റെ മൃതദേഹവും ഖബറടക്കിയത്. കലാ, സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ ബേപ്പൂരിലെ വസതിയായ വൈലാലിയിലെത്തി ഫാബി ബഷീറിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. വൈലാലിലെ മാങ്കോസ്റ്റിൻ ചൂട്ടിൽ ബഷീറിന്റെ ഓർമ്മകളെ തനിച്ചാക്കി ഫാബി യാത്രയായി. 1937 ജൂലൈ 15 ജനിച്ച ഫാത്തിമ ബീവി 1958 ഡിസംബർ 18 സുൽത്താന്റെ ബീവി ആയതു മുതൽ ഫാബിയും സുൽത്താന്റെ ഇടിയുമായി. വൈലാലിൽ എത്തുന്നവരോട് സുൽത്താന്റെ മരിക്കാത്ത ഓർമ്മകൾ പങ്കുവെച്ച് ഫാബി തന്റെ ടാറ്റയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. ശ്വാസതടസ്സത്തെ തുടർന്ന് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഫാബി ബഷീറിനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് തിങ്കളാഴ്ച വെന്റിലേറ്ററിലേക്ക് മാറ്റിയ ഫാബി ബഷീർ ഇന്നലെ ഉച്ചയ്ക്ക് 1:30 അന്തരിക്കുകയായിരുന്നു. ബേപ്പൂരിലെ വസതിയായ വൈലാലിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഇന്ന് രാവിലെ 10:40 ബേപ്പൂർ ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ മൃതദേഹം ഖബറടക്കി. എളമരം കരീം, VV ദക്ഷിണാമൂർത്തി, VM സുധീരൻ, MK രാഘവൻ MP, MN കാരശ്ശേരി തുടങ്ങി കലാ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖരടക്കം സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ളവർ ഫാബി ബഷീറിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. കഴിഞ്ഞ വർഷം കോഴിക്കോട് വെച്ച് നടന്ന SK പൊറ്റക്കാടിൻ്റെ ജന്മശതാബ്ദി ആഘോഷവേളയിൽ ഫാബി പറഞ്ഞു, EDA എന്ന ടാറ്റയുടെ വിളി ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഖജനാവിലെ എൻ്റെ സമയം തീരുകയാണ്. എനിക്കെൻ്റെ ടാറ്റയുടെ അടുത്തേക്ക് പോകാൻ നേരമായി. ഒടുവിൽ ഫാബി യാത്രയായി തൻ്റെ ടാറ്റയുടെ അടുത്തേക്ക്. സുൽത്താൻ അന്ത്യവിശ്രമം കൊള്ളുന്ന അതേ ഖബറിസ്ഥാനിൽ ഇനി മുതൽ ഫാബിയും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.